ഹലോ കുട്ടീസ്, ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമിലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം. അർക്കാനുൽ ഇസ്ലാം. അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇസ്ലാം കാര്യം അഞ്ചല്ലേ? ഇസ്ലാം കാര്യം അഞ്ചല്ലേ? 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാം കാര്യം എത്ര? 5. 5ഉം അറിയൽ ഫർളല്ലേ? ഈ 5 കാര്യങ്ങളും അറിയൽ നമുക്ക് എന്താണ്? ഫർളാണ്, അതായത് നിർബന്ധമാണ്. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇസ്ലാം കാര്യം 5 എണ്ണമുണ്ട്. ഈ 5ഉം അറിയൽ എന്താണ്? ഫർളാണ്. ഓക്കെ. കലിമ ഷഹാദത്തൊന്നല്ലേ? കലിമ ഷഹാദത്തൊന്നല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യമാണെന്ത്? കലിമ ഷഹാദത്ത്. കലിമ ഷഹാദത്ത് 1. 2 5 സ്വലാത്തല്ലേ? 5 സ്വലാത്ത്, അതായത് 5 ഫർളായിട്ടുള്ള 5 നിസ്കാരം. അതാണെന്ത്? രണ്ടാമത്തെ കാര്യം. 2 5 സ്വലാത്ത്, 1 കലിമ ഷഹാദത്ത്. 3 പുണ്യ സക്കാത്തല്ലേ? 3 പുണ്യ സക്കാത്ത്. 4 റമളാൻ നോമ്പല്ലേ? നാലാമത്തത് റമളാനിലെ നോമ്പ്. 5-മത്തത് ഹജ്ജല്ലേ? 5-മത്തത് ഹജ്ജല്ലേ? 5-മത്തത് ഹജ്ജ്. അപ്പോൾ 1 കലിമ ഷഹാദത്ത്, 2 5 സ്വലാത്ത്, 3 പുണ്യ സക്കാത്ത്, 4 റമളാൻ നോമ്പ്, 5 ഹജ്ജ്. 5ഉം തീരെ മറക്കല്ലേ? അപ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? തീരെ മറക്കരുത്, എന്നും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇസ്ലാം കാര്യം 5അല്ലേ? 5ഉം അറിയൽ ഫർളല്ലേ? കലിമ ഷഹാദത്തൊന്നല്ലേ? 2 5 സ്വലാത്തല്ലേ? 3 പുണ്യ സക്കാത്തല്ലേ? 4 റമളാൻ നോമ്പല്ലേ? 5-മത്തത് ഹജ്ജല്ലേ? 5ഉം തീരെ മറക്കല്ലേ? നിങ്ങളൊക്കെ നല്ല പാട്ട് പാടുന്ന മക്കളല്ലേ? അപ്പം നല്ല ഈണത്തിലൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു പാട്ട് പാടി നോക്കാം. അപ്പോൾ ഇസ്ലാം കാര്യം 5 എണ്ണം ഉണ്ട്. 5 എണ്ണം അറിയലും ഫർളാണ്. ഒന്നാമത്തത് കലിമ ഷഹാദത്ത്, രണ്ടാമത്തത് 5 സ്വലാത്ത്, 3 പുണ്യ സക്കാത്ത്, 4 റമളാൻ നോമ്പ്, 5 ഹജ്ജ്. ഈ 5 കാര്യങ്ങളാണെന്ത്? അർക്കാനുൽ ഇസ്ലാം, അതായത് ഇസ്ലാം കാര്യങ്ങൾ. അപ്പോൾ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. യഖ്റഉ വായിക്കാം. നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്റർ അറബിയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? പക്ഷെ നമ്മൾ വായിച്ചപ്പോൾ അത് മലയാളത്തിലല്ലേ വായിച്ചത്? അതെന്താണ്? അത് അറബി മലയാളമാണ്. നമ്മൾ അറബിയിൽ എഴുതും, മലയാളത്തിൽ വായിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിൽ വായിക്കൂലേ, അതുപോലെ. അപ്പോൾ നമുക്ക് ഇനി 2 മുതൽ നമ്മുടെ ബുക്സൊക്കെ ഈ അറബി മലയാളത്തിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ചെറുതായിട്ട് പഠിച്ചാലല്ലേ അപ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ അറബി മലയാളത്തിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡായിട്ട് നമ്മൾ അറബി മലയാളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വായിച്ചു നോക്കാം. ഇത് ആ, നമ്മൾ അലിഫിന് മുകളിൽ ഫത്തഹ് കൊടുത്തു ആ. മലയാളത്തിൽ നമ്മൾ ആന്നിങ്ങനെ എഴുതും അല്ലേ? എഴുതിയത് എങ്ങനെയാ? അലിഫിന് മുകളിൽ നമ്മളൊരു വളഞ്ഞ ഫത്തഹ് കൊടുത്തു. അപ്പോൾ ആ. ഇതെന്തായി? എ.
അലിഫിന് മുകളിൽ ചെറിയൊരു ശരി കൊടുത്തു അല്ലേ, ഒരു ശരി. അപ്പോൾ എന്തായി? എ. ഇത് എ എന്ന് പറയുമ്പോൾ അലിഫിന് മുകളിൽ നമ്മൾ എക്കൊരു ശരി കൊടുക്കും അല്ലേ, അതിൻ്റെ കൂടെ നമ്മളൊരു യാഇനെ കൊടുക്കുക. യാ, നമ്മൾ നീട്ടാനൊരു യാ കൊടുക്കൂലേ, അതാണ് എന്ത്? എ. ഇനി എന്താണ്? ഓ. ഓ എന്ന് പറയുമ്പോൾ അലിഫിന് മുകളിൽ നമ്മൾ ശരി തിരിച്ചു കൊടുക്കുക. അതായത് എക്ക് നമ്മൾ ഇങ്ങനെ ശരി കൊടുത്തു അല്ലേ, ഓക്ക് നമ്മൾ എന്ത് ചെയ്യും? ഉള്ളിലൂടെ ഇങ്ങനെ കൊടുക്കും. ഓ, കണ്ടോ? ഓ. ഇനി ഓ എന്ന് പറയുമ്പോൾ എന്തായി? നീട്ടാൻ നമ്മൾ വാവിനെ കൊടുക്കുക. എ എന്നുള്ളതിന് യാ കൊടുക്കും, ഓ എന്നുള്ളതിന് വാവിനെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ നീട്ടി. ഇതിന് ഏത് അക്ഷരം എടുത്താലും എന്താണ്? ഇതുപോലെ തന്നെയാണ്. ആൻ്റെ പകരം ബ ആണെങ്കിൽ ബ, ബാ, പിന്നെ ബേ, ബേ എന്ന് പറയുമ്പോൾ ബായിൻ്റെ കൂടെ യാ കൊടുക്കും. ഇനി ബോ എന്ന് പറയുമ്പോഴോ ബായിന് മുകളിൽ ഇതുപോലുള്ളൊരു ചിഹ്നം കൊടുക്കും. ബോ എന്ന് പറയുമ്പോൾ ബായിൻ്റെ കൂടെ വാവ് കൊടുത്തിട്ട് ഈ ചിഹ്നം കൊടുത്താൽ എന്തായി? അപ്പോൾ അത് ഏത് അക്ഷരമാണെങ്കിലും നമ്മൾ ഈ ചിഹ്നങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ എന്തായി? ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? ബ. ബ, ബ, ഷദ്ദുള്ള ബ. പിന്നെ ഇത് പ. ബ ഇതിന് താഴെ നമ്മൾ 3 പുള്ളി കൊടുത്തു, അപ്പോൾ എന്തായി? പ. ഇത് പ, ഷദ്ദ് കൊടുത്തു, പാക്ക് ഷദ്ദ് കൊടുത്തു, പ. പിന്നെയോ അബ്ബ. അബ്ബ, ഉപ്പ, ഉപ്പ. പ. ഈ പ നമ്മൾ എഴുതുന്നത് മലയാളത്തിലെ നമ്മുടെ പ. ഈ പായാണെന്ത്? താഴെ 3 പുള്ളി ഇട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പ, പാ, പേ, പേ, പോ, പോ. പിന്നെന്താണ് അടുത്തത്? നംലഉ വനുൻഷിർ. നമുക്ക് എന്ത് ചെയ്യാം? ഈ വിട്ടുപോയ ഭാഗങ്ങളിൽ പൂരിപ്പിച്ച് കൊടുക്കാം. ഇസ്ലാം കാര്യം 5 കലിമ ഷഹാദ 1 3 പുണ്യ സക്കാത്തല്ലേ, 5ാമത്തത് ഹജ്ജല്ലേ. അവിടെ നമ്മളത് ചാപ്റ്ററിൽ നോക്കിയിട്ട് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? നുജീബ്. നമുക്ക് ഉത്തരം പറയാനാണ്. അവിടെ 6 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ പറയാം. ഒന്നെന്താ? ഇസ്ലാം കാര്യം എത്ര കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്? 5. രണ്ടാമത്തത് ഒന്നാമത്തേത് ഏത്? ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് ഏതാണ്? കലിമ ഷഹാദത്ത്. പിന്നെയോ രണ്ടാമത്തത് ഏതാണ് രണ്ടാമത്തത്? 5 സ്വലാത്ത്. പിന്നെയോ മൂന്നാമത്തേത് ഏത്? മൂന്നാമത്തത് പുണ്യ സക്കാത്ത്. നാലാമത്തേത് ഏത്? റമദാൻ നോമ്പ്. 5ാമത്തേത് ഏത്? ഹജ്ജ്. 5 കാര്യങ്ങളും പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റിൽ എന്താണ്? 2 ഗ്രൂപ്പ്, മദീന ഗ്രൂപ്പ്, മക്ക ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലൊക്കെ അവതരിപ്പിക്കാനുള്ളതാണ് കേട്ടോ. ഒരു ഭാഗത്തുള്ള ആളുകൾ ഒരു വരി പാടും, അടുത്ത ഭാഗത്തുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അടുത്ത വരി പാടും. അങ്ങനെ നിങ്ങൾ മദ്രസയിൽ ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല രസത്തിൽ ഇതുപോലെ ചെയ്യാം. നമ്മുടെ പാട്ടുണ്ടല്ലോ ചാപ്റ്റർ, അതിൽ ഫസ്റ്റിലുള്ള വരി ആൺകുട്ടികൾ പാടാം, രണ്ടാമത്തെ വരി പെൺകുട്ടികൾ പാടാം, പിന്നെ മൂന്നാമത്തെ വരി ആൺകുട്ടികൾ പാടാം. അങ്ങനെ നല്ല രസമായിരിക്കും ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ. ഉസ്താദുമാരെന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്ലാസ്സിൽ അങ്ങനെ ചെയ്തു തരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഇസ്ലാം കാര്യം 5 എന്ന് മദീന ഗ്രൂപ്പ്, മക്ക ഗ്രൂപ്പിൻ്റെ അവിടെ 5 അറിയാൻ പറഞ്ഞല്ലേ. നമ്മളിവിടെ എന്ത് ചെയ്യണം? കലിമ ഷഹാദത്ത് 1 ഇവിടെ
2 5 സ്വലാത്തല്ലേ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കാനാണ് കേട്ടോ. അതുപോലെ ഇത് നമുക്ക് ക്ലാസ്സിൽ നല്ല രസത്തിൽ എന്ത് ചെയ്യാം അവതരിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഇസ്ലാം കാര്യം 5 എണ്ണം ഉണ്ട്. ആ 5 കാര്യങ്ങളും എന്ത് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെട്ടിട്ടുള്ള അറബി മലയാളം അക്ഷരങ്ങളും എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം.